നിങ്ങളെ നല്ല പെരുന്നാളായിട്ട് നല്ലൊരു അടിപൊളി കാഴ്ച ഞങ്ങൾക്ക് കാണിച്ചു വരി നമുക്ക് പോയോക്കാം എന്തായാലും. ഹലോ ഗെയ്സ്, നമ്മൾ നിൽക്കുന്നപ്പോ ഇവിടെ എവിടെ അറിയോ? നമ്മളെ തമിഴ്നാട്ടിലെ ആർക്കോട്ടിൽ വിശാരത്തിലാണ്. അപ്പൊ പെരുന്നാളിന്റെ പൊലിവായിട്ടേ ഇവിടുത്തെ ജനാണ്, ഭയങ്കര ജനാണ്, ഒരു രക്ഷയില്ല. നടക്കാനും വയ്യ ഇരിക്കാനും വയ്യ എന്ന് പറഞ്ഞിട്ട് അവസ്ഥയാണ്. നമ്മളിപ്പോ ഇതാ അങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നു. നമ്മളെ കേരളത്തില് ഇന്നലെ ആയിരുന്നു, അതായത് ഡേറ്റ് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നമ്മൾ 20 സോറി ഞാൻ ഇവിടെ ആയതുകൊണ്ടേ 20 നമ്മളെ കേരളത്തിലെ പെരുന്നാൾ, ഇവിടെ ഏകദേശം 21. തമിഴ്നാട് ഫുൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇതാ വ്ളോഗ് ചെയ്യാൻ ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ കണ്ടോളിട്ടാ, ഇവിടുത്തെ ക്രൗഡ് കണ്ടോളി, ഒരു രക്ഷയില്ലാത്ത ക്രൗഡാ. എന്തായാലും നമ്മളൊന്ന് മുന്നോട്ട് പോകാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്, എന്തായാലും പോകണം. ഇതാണ് ഇവിടുത്തെ ഫേമസ് ചായക്കടയാണ്. ഈ ചായക്കടയിൽ ഇപ്പോൾ എന്നല്ല എപ്പോഴും നല്ല ആളുണ്ടാവും, ഒരു രക്ഷയില്ലാത്ത ആളാവും ഇതിൻ്റെ ഉള്ളിൽ. എന്താ പറയുക, ഇറങ്ങാനും പറ്റില്ല കയറാനും പറ്റില്ല, അമ്മായിരത്തെ ആളാവും, ഒരു രക്ഷയില്ലാത്ത ആളാവും. ഇവനക്കൊരു ഇൻസ്റ്റഗ്രാം ഐ ഡി ഉണ്ട്. അവന്റെ പേരെന്നാ? ഇൻസ്റ്റഗ്രാം ഐ ഡി പേര് മിസ്റ്റർ പേച്ചോ. അപ്പൊ അവന് ഇന്നോട് വന്ന് ചോദിക്കുക, എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് വേണം, എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണ്ടേ, ഇവന്റെ എന്ത് ചെയ്യണ്ടേ, ഇൻസ്റ്റഗ്രാം ഐ ഡി എന്ത് ചെയ്ത് ഞാൻ അതിൽ കൊടുക്കണ്ടേ. ഇവന്റെ ഇങ്ങോട്ട് വന്ന് ചോദിച്ചല്ലേ. അപ്പൊ നിങ്ങൾ എന്താ എല്ലാരും ചെയ്യാ, ഇവൻ ഇൻസ്റ്റഗ്രാമിൽ വളരും എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരാളാണ്. തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, പോതുമാ? താങ്ക് യു. ഓക്കെ, യു വെൽക്കം. ശരി, ബൈക്കില്ലാതെ നടന്നു വരൂല. ഓൻ ബൈക്കില്ലാതെ നടന്നു വരില്ല എന്ന് പറയുന്നു. തിരക്കിന്റെ ഉള്ളിൽ കൂടെ ഓനക്ക് ബൈക്കുമ്പോ തന്നെ വരുന്നുണ്ട്, അമ്മായിരത്തെ തിരക്കാണ്. വണ്ടി നിർത്തിയിട്ട് ഓനക്ക് നടക്കാൻ പറ്റില്ല. അപ്പൊ ഇവന്റെ എക്സ് ലവ്, അതുപോലെ ഇപ്പൊ ഉള്ള ലവ്, എല്ലാരും ലവേഴ്സ് എല്ലാരും ഇതെല്ലാം ശരി. ഇത് ഇവിടെ അറിയുന്നവരാണ്. ഞാൻ ഇവിടെ ചായ കുടിക്കാൻ വന്നിട്ട് പരിചയപ്പെട്ടവരാണ് ഇവര്. ഇവരെ പരിചയപ്പെട്ട ചായ. നിങ്ങളെ പേരെന്നാ? ജാഫർ. നിങ്ങളത്? മുബാറക്ക് ജാഫർ. നിങ്ങളുടെ എന്നാ சொன்ன? ഇസ്മായിൽ. ഇപ്പൊ എന്തായാലും എവിടുന്ന് കാണുകയാണെങ്കിൽ നമ്മളെ ചെക്കന്മാരാണ്, സപ്പോർട്ട് ചെയ്യാം എല്ലാരും. ഓക്കെ, ഇങ്ങനെ വന്ന എല്ലാരും അപ്പോ കണ്ടോളി, ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും കണ്ടോളി. രക്ഷയില്ലാത്ത തിരക്കാണ് ഇവിടെ, കണ്ടില്ലേ? എന്താണ് ഇവിടെ എന്താ വെച്ചാൽ പെരുന്നാളായിട്ട് വെറുതെ കണ്ടല്ല എല്ലാരും കൂടി അങ്ങാടിക്ക് ഇറങ്ങാൻ എല്ലാവർക്കും ത്രില്ലായിരിക്കും. എല്ലാരും കൂടെ ഇറങ്ങുക. എനിക്കാണെങ്കിൽ ഇവിടെയുള്ള ലാംഗ്വേജ് അറിയില്ല, ഉറുദു ആണ്. ചിലവർക്ക് മാത്രം തമിഴ് അറിയുള്ളൂ. ഇവർക്ക് എല്ലാവർക്കും തമിഴ് അറിയാം, പക്ഷെ ഞാൻ പറയുന്ന തമിഴൊന്നും ഇവർക്ക് മനസ്സിലാവില്ല. ഇങ്ങനെ ഇറങ്ങിയതാ. എനിക്ക് തരില്ല, ഭക്ഷണം കഴിക്കാല. എപ്പ നോക്കിയാലും തിന്നണം എന്നുള്ളത് തന്നെ. ഒരു ടൈം വായ്ക്ക് ഫ്രീ കൊടുക്കൂല വയറിന്. ഇതാ കണ്ടില്ല, അതാണ് പരിപാടി. ഇപ്പൊ തിന്നാളെ. അപ്പൊ അവിടുന്ന് എന്ത് ചെയ്ത്, ആ തിരക്കിനിടയിൽ നിന്ന് എന്ത് ചെയ്ത് ഒന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങിയതാ. എന്തായാലും ഈദ്ഗാ എന്ന് പറഞ്ഞാല് നമ്മളെ ഈദ് പരിപാടിയായിട്ട് എന്തോ സമയം. ഈദ്ഗാ എന്ന് പറഞ്ഞാൽ എന്നാടത്? അതായത് നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലല്ലേ. അപ്പൊ നാളെ ഇവിടെയാണ്, അതായത് ഇവിടെ ഇരുട്ടാണ്. അപ്പൊ ഇവിടെയെന്ന് പറഞ്ഞ ഈദ്ഗാ, ഇവിടെയാണ് നിസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ എന്താപ്പത്, ഇത്രയും വലിയ പറമ്പില് ഇത്രയും ആൾക്കാരുണ്ടല്ലോ. വിശാരത്തിൽ ഒരുപാട് ആൾക്കാർ. ഇവിടെ മുസ്ലിംസാണ് കൂടുതൽ. ഇതിന്റെ ഉള്ള നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയും. ഒന്നുമേ തെരിയില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. വേണ്ട, നാളെ ഇവിടെയാണ് നിസ്കാരം എന്ന് പറയുന്നത്. ഭയങ്കര ജനം ഉണ്ടാ. ഇത്രയും വിശാലമായ ഇടത്താണ് നാളെ നിസ്കാരം. അപ്പൊ ഒരു രക്ഷയില്ലല്ലേ. എന്തായാലും നാളെ നമുക്ക് എന്തായാലും ഇങ്ങോട്ട് വരാൻ പറ്റൂല. അപ്പൊ നാളെ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആളില്ലട്ടാ.
പിന്നെ ഇവിടെ ഒരാളും മനുഷ്യനും ഇല്ല. നാളെ കഴിഞ്ഞ പിന്നെ ഇവിടെ ഒരാളും മനുഷ്യനും ഇല്ല. അപ്പൊ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാ. ഇപ്പൊ ഇതാ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. ഇവനാണ് ഇവിടുത്തെ മെയിൻ. എപ്പോ பார்த்தாലും തിന്നണം. എന്നാ കേറിയിട്ടാ രക്ഷയില്ല. തിന്നുക. എന്താ ഓർഡർ ചെയ്യുന്നുള്ള നമുക്ക് ചെക്ക് ചെയ്യാം. എന്തായാലും തിന്നാനുള്ള പരിപാടി. അപ്പൊ നമ്മള് കേറി ഇരുന്ന് ഇനി തിന്നണം എന്നുള്ള പരിപാടിയാ. ഫസ്റ്റ് ഇവനാ റിയാസ്, പിന്നെ നമ്മളെ സെക്കൻഡ്. ാലും பசி என்னடா உன் வயிற்றுக்குள்ள என்னடா நல்லா சாப்பிடணும். வாழ்றது சோறு துணும். என்னடா இப்படியே இருக்குന്നത് எப்படிடா? நல்லா சாப்பிட்டாதான் செட் ஆகும். ബീഫ് സാപ്പിടാണ് ഏമാറ്റം. അവന്റെ പൊണ്ടാട്ടി ചീത്തറിയാല ഒന്നും തിന്നിട്ടില്ല. എത്ര എണ്ണം വെച്ചിട്ടാ അത് ഓണാക്കണ്ട. ഒന്നൊന്നല്ല ഒരുപാടാണ്. രാത്രി ആയി കഴിഞ്ഞാല് ഇതന്നെ പരിപാടി. நல்லா இருக்கா? நல்லா இருக்கு. நீ மொஞ்சலடா. ടിപ്പു റിയാസ്. ടിപ്പു എന്ന് പറയുന്നത് ടിപ്പു സുൽത്താൻ. ആ அந்த പേருக்கு தான் ഫാൻസ്. ടിപ്പുക്ക് ഫാൻസ് ഇല്ല, സുൽത്താൻക ടിപ്പു സുൽത്താൻ അപ്പടി சொல்லണം. ഭയങ്കര ജനണ്ടാ ഇതിന്റെ ഉള്ളില്. ഒരു രക്ഷയില്ലാത്ത ജനാണ് മക്കളെ. ഇത് പെരുന്നാള് തമിഴ്നാട്ടില് വിശാരം എന്ന സ്ഥലത്താണ്. നമ്മള് നേരത്തെ കാണിച്ച ചായക്കടന്റെ മുന്നിലാണ് തല്ലുംപിടി. രക്ഷയില്ലാത്ത തല്ലുപിടിയും കാര്യങ്ങളും. ബ്ലോക്ക് കണ്ടില്ലേ? ഇവിടുത്തെ ബ്ലോക്കും കാര്യങ്ങളും കാണിച്ചു തരാം, ഒന്ന് കണ്ടോളി. ഇതാണ് ഇവിടുത്തെ ബ്ലോക്ക്. ഇതാ ഭയങ്കര ബ്ലോക്കായി പോയി. കണ്ടില്ലേ? രക്ഷയില്ല. റോഡ് കണ്ടോളി മക്കളെ. പെരുന്നാളായിട്ടുള്ളത്. ഇതിവിടെ എന്തോ ഒരു ഉത്സവം നടക്കുന്ന ഏരിയ ഉണ്ട്. ഇവിടുത്തെ അവസ്ഥ പെരുന്നാളായിട്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇല്ല, കേരളം ഇപ്പിടിയില്ല. പോവാ ചോദിക്കണ്ടേ ഏതാ ചാനൽ എന്നുള്ളത്. അപ്പൊ എനിക്ക് നമ്മളെ ചാനൽ പറഞ്ഞു കൊടുക്ക. LIFE. അപ്പൊ എനിക്ക് നമ്മളെ ചാനലിന്റെ പേരൊന്ന് അടിച്ചു കൊടുക്കാൻ. സബ്സ്ക്രൈബ് പണിട്ട് ബെല്ലൈക്കൺ ഓപ്പൺ പണി. എല്ലാരും ഉണ്ട്. എല്ലാരും ഉണ്ട് ഇവിടെ. എല്ലാരും ഉണ്ട്. சொல்லுங்க. യൂട്യൂബില് വരും. എല്ലാരും വരും. നമ്മൾ ചെക്കന്മാരെല്ലാരും ഉണ്ട്. ജാഫർ എങ്ക ഉള്ള പോയിരിക്ക. இப்படி வேலை தூக்கலாம். देख ले यहाँ देख गली देख. ഞാൻ ഫ്രണ്ട് പോയി വരാം. എങ്ക പോണേ? മുന്നാടി പോയി വരാം. അല്ലല്ല ഒന്ന് കൊഞ്ചൊന്ന് മുന്നാടി പോയി വരാം. അപ്പൊ ഇവിടെ അവർക്കൊക്കെ പേടിയാണ്. ഇവിടെ തല്ലും പിടി നടന്നപ്പോഴേ ഒക്കെ പേടിച്ചു ഓടിക്കണേ. ചെറിയ ഏജിന്റെ പ്രശ്നമാണ്. ഇവിടെ നല്ല കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ. ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുക. നടു റോഡിൽ വണ്ടിയെല്ലാം നിർത്തിയിട്ട് കണ്ടില്ല. ഒരു രക്ഷയില്ലാത്ത തിരക്കും കാര്യങ്ങളും. ഇവിടെ കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ இந்த റോഡ് ക്രോസ് പണിയാണ്. പോലീസുകാരെ നടു റോഡിൽ നിന്നാണ് വ്ളോഗ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു റോഡ് ക്രോസ് ചെയ്തത്. എന്താ പെരുന്നാളിൻ്റെതാണ്. പെരുന്നാളായിട്ടുള്ളതാണ്. രക്ഷയില്ല.
ഇത് മുന്നോട്ട് പോയ ഒരുപാട് കച്ചവടങ്ങളൊക്കെ ഉണ്ട്. എന്താ നല്ല ഭംഗിയുള്ള കച്ചവടങ്ങളൊക്കെ കേട്ടാ. ബാഗ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബാഗ്, അതുപോലെ ലേഡീസ് ഐറ്റംസ്, ഒരു രക്ഷയില്ലല്ലേ. ഇവിടെ കുറച്ച് എന്താ പറയാ തിരക്ക് കുറവുണ്ട്. ആ ഏരിയയിൽ ഫുള്ള് തിരക്കാ. ആ ചായ കുടിക്കാനായിട്ട് വന്നവരാ. ഇവിടെ ഓത്തിട്ടോണ്ടേ ഒന്നും കേൾക്കുന്നില്ല, സൗണ്ട് കണ്ടില്ലേ. ഇതെന്താ ഇത്? സോക്സ് അത് ഫോണിന്റെ കവർ, ഫോൺ കേസൊക്കെ, ഫോണിന്റെ കേസും കാര്യങ്ങളൊക്കെ. ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മുടെ നാട്ടിൽ പിന്നെ ഇങ്ങനെയൊന്നുമില്ല, പെരുന്നാളായിട്ട് ഇങ്ങനെയൊന്നുമില്ല. ഷർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ റേറ്റ് കുറവില്ലാന്ന് തോന്നുന്നുണ്ട്. ഷർട്ട് കാര്യങ്ങളായി എവ്വളോ 250, 3,500 രൂപ. ആദ്യം 3,300 പറഞ്ഞ്, പിന്നെ 3,500 പറഞ്ഞിട്ടാ. അവർക്ക് തെറ്റിയതാണ്, സോറി. അപ്പോ എന്താ ഈദുക്ക് മട്ടും എന്താ ഇപ്പിടി അവര് ഈദ് പെരുന്നാളായിട്ട് ഇതുക്കുള്ള എപ്പിടി പോകാൻ മുടിയും. അപ്പോ ഞാൻ കേരള എന്താ നല്ല അടിപൊളി കച്ചവടങ്ങൾ. ഈ ഇടയിടെ അങ്ങ് പോ, ഫ്രണ്ട് പോ. അടിപൊളി കച്ചവടങ്ങൾ വണ്ടിയില്ല, ഒരു രക്ഷയില്ലാത്ത കച്ചവടങ്ങളാണ്. ഡേ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട് നമുക്ക് നടന്ന് പോയിട്ടാ. അന്ത സൈഡിലേക്ക് നിർത്തിയിട്ട് അതുക്കുള്ള നിർത്തി. ഡേ അങ്ങ് പോയി നടന്നു വരടാ. ആ നടക്കുത് അപ്പടിതാ, അങ്ങ് പോയി നടന്നു വരാ. എന്താ കച്ചവടങ്ങൾ കണ്ടില്ലേ, ഒരു രക്ഷയില്ല കേട്ടോ മക്കളെ, കണ്ടോളി. അതാ ഹായ് ഗൈസ്. എന്താല്ലേ ഒരു പെരുന്നാളായിട്ടുള്ള സ്ഥലം വിശാരം. இந்த വിശാരത്തിന് മറ്റും തെപ്പിടിയല്ലേ. അവിടെ ഈ വിശാരത്തിൽ മാത്രമാണ് ഇങ്ങനെ ഉള്ളത്, വേറെ സ്ഥലത്തൊന്നും ഇങ്ങനെ ഇല്ല. ബാഗ് കാര്യങ്ങള് കടയില് ആ ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി തന്നെയാണ്. എന്താല്ലേ തിരക്ക്, അവിടെയാണ് ഭയങ്കര തിരക്ക് ആ സ്ഥലത്ത്. അവിടെ പോലീസൊക്കെ വന്ന് നടുറോട്ടിൽ നിന്നാണ് ബ്ലോഗ് ചെയ്യണതെന്ന്. എന്താ വേറെ ലെവല് കച്ചവടങ്ങള്. ഇവിടുത്തെ ഈ സൗണ്ടും കാര്യങ്ങളും കൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുന്നില്ല. ഇവിടെ സ്ത്രീകളൊക്കെ ഈ നേരത്തെ ഏകദേശം സമയം ഇപ്പൊ എത്രയായിന്നറിയോ? സമയം 12:30. പാനിപ്പൂരി ഉണ്ട് കേട്ടോ. പന്ത്രണ്ടരായി സമയം. നമ്മുടെ നാട്ടിൽ എന്താ പറയാ, ഇത് പെരുന്നാളിന്റെ ഒരു ചന്ത, ഒരു രക്ഷയില്ലല്ലേ. എന്തായാലും ഇവിടെ വന്ന ഏതായാലും നന്നായിട്ടാ. നമ്മൾ ഇവിടുന്ന് പോയിന്നാണ് വീണ്ടും തിരിച്ചു വന്നതാ. നല്ല ചായ നമ്മളെ ഫേവറേറ്റ്, നല്ല മധുരം. ഇപ്പൊ അങ്ങോട്ടൊന്നുമില്ല, ഇനി സാധാരണമായിട്ട് തന്നെ. ഇനി ഒന്നുമില്ല അങ്ങോട്ടൊന്നും. ഈ വേണ്ട, ചായക്കടക്കാകെ വിളിച്ചെരുത്തിയ ബ്ലോഗന്. നല്ല അടിപൊളി ചായ. കകന്റെ ചായ ഒരു ചായ ഇട്ടണ കണ്ടോളി. ശരി. നമ്മളെ ഫേമസ് ആക്കുന്ന പറയുന്നത്. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ എന്നല്ലോ. എല്ലാരും കണ്ട് വരിക, ഈ വൈക്കൊക്കെ വരികയാണെങ്കിലേ ചായ അടിക്കാനായിട്ട് വരിക. ഞാൻ അപ്പുറം വരാം. വരും. ചായക്കടക്ക് പേരും കാര്യങ്ങളൊന്നും ഇല്ല. കച്ചവടം കാര്യങ്ങളൊക്കെ എന്താ ഇത് കാണുമ്പോ നമ്മള് മോളെ ഓർമ്മ വരും, ധാരണ ഓർമ്മ വരും. എന്തായാലും അടിക്കണണ്ടില്ല. രക്ഷയില്ല. വെറൈറ്റി ഫുഡാന്ന് തോന്നുന്നു. ഈ സൗണ്ടോടെ കേൾക്കുന്നില്ല. നമ്മളിതാ ബൈക്കുമ്പോ പോയിക്കൊണ്ടിരിക്കണേ. പോട്ടെ.
പോയിക്കൊണ്ടിരിക്കണേ. ഇപ്പൊ ആളുകളൊക്കെ ബാക്കിലാണ്. ഇവിടെ ഒരു ഭംഗിയില്ല. എന്നാലും പോയൊക്കെ ഫ്രണ്ടിൽ പോയൊക്കെ എന്താന്നുള്ളത് നമുക്കൊന്ന് പോയൊക്കെ ഉള്ള പരിപാടിയാണ്. അപ്പൊ നമ്മളെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ നല്ല നല്ല വീഡിയോ വീണ്ടും വീണ്ടും വരുന്നതാണ്. പോണ്ടില്ലേ എന്തായാലും ഒരു രക്ഷയില്ല. ഇവിടെ ഒന്നും ആളില്ല. ആള് വരുവാ ഇല്ല. മുന്നാടി ഇനി ഷോപ്പ് എടുക്കാം, നിറയെ എടുക്കാം. இந்த மாதிரி ആളുകൾ കുറച്ച് മുന്നിൽ പോയ നല്ല ആളുകൾ ഇരിക്കുന്ന പറഞ്ഞത്. പോയേക്ക നല്ല ക്രൗഡ് ഉണ്ടാവും പറഞ്ഞത്. എന്തായാലും പോവാ. ആ അതാ റാണിപ്പേട്ട് ആർക്കാട് 4 കിലോമീറ്റർ പോട്ടെ ഉണ്ടല്ല. 4 കിലോമീറ്റർ പോട്ടെ. ഇവിടെ ഒന്നും ഒരാളും മനുഷ്യനും ഇല്ല. എങ്കടാ ലാസ്റ്റ് ഇരിക്കും അല്ലേ? ഇനി ലാസ്റ്റിൽ എന്താന്നുള്ള നമുക്കൊന്ന് പോയേക്കാം. പോയോക്കിട്ട് വരാം. അവിടെ എന്താന്നുള്ള നമുക്കൊന്ന് കാണാല. നമ്മളെ കൂടെ ഉള്ള വന്നവര് അവന് ക്യാഷ് കൊടുക്കില്ല. അവൻ ഫ്രണ്ടിക്ക് ക്യാഷ് കൊടുക്കില്ല. അത് പ്രശ്നം. എവളോ അവന്റെ ഫ്രണ്ടിന് ക്യാഷ് കൊടുത്തില്ല. വർഷം വന്ന് കേക്കറാൻ കൊടുക്കില്ലേ? പോലീസ് എല്ലാം വന്ന് പ്രശ്നം പറഞ്ഞു. അവൻ എന്തോ ഒരു ക്യാഷ് കൊടുക്കാത്ത പ്രശ്നം. വർഷം വന്ന് കേൾക്കൂല. വർഷം വന്ന് ചോദിക്കും അവൻ ക്യാഷ് കൊടുക്കില്ല. അപ്പൊ ഈ പെരുന്നാൾക്ക് തന്നെ നല്ല അടിയായി. നല്ലൊരു ദിവസമായിട്ട് പോലീസിനൊക്കെ കൂട്ടി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇവിടുന്ന് ബിരിയാണി കഴിച്ചിരിക്കണേ. നമ്മൾ ഇവിടുന്ന് മുന്നാടി ബിരിയാണി കഴിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പ് ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്. ഇല്ല ഇവിടുന്ന് അല്ല, വേറെ സ്ഥലത്തുനിന്ന്. അപ്പുറത്ത് നല്ല ബീഫ് ബിരിയാണി കിട്ടുന്ന സ്ഥലമാട്ടാ ഇവിടെ. അവിടത്തെ ഒരു ഭംഗി ഇവിടെ കിട്ടണില്ല അല്ലേ? എന്തായാലും കുറച്ചും കൂടി മുന്നോട്ട് പോയേക്കാം. ഇവിടെ മേൽവിശാരം ഇത് മേൽവിശാരം, അത് വിശാരം. ഫുൾ കട അല്ലേ? സാപ്പാട്. ഹായ് ബ്രോ എന്നൊക്കെ വിളിച്ചിട്ട് കയ്യായിരുന്നു. അവിടെ എന്തോ ഇനി അവിടെ എന്തോ ബ്ലോക്ക് ഉണ്ടാ എന്താന്നറിയില്ല. അവിടെയും പോയേക്കാം. പോവാണ്. ഇതൊരു വിശാരത്തെ അതായത് എത്ര ഇപ്പൊ അവിടുന്ന് അങ്ങേ ഇങ്ങ എവിടെ കിലോമീറ്റർ ഇരിക്കും? ഒരു 2 കിലോമീറ്ററാ? 1 കിലോമീറ്ററാ? ഒരു 2 കിലോമീറ്റർ ഇരിക്കും. അപ്പടി ഇതാ ആ 2 കിലോമീറ്ററിലുള്ള കച്ചവടങ്ങളാണ്. ഒന്ന് കണ്ടു നോക്കി. എന്താ രസല്ലേ? ഇത് ഫുൾ ടൈം ഉണ്ടാവും തോന്നുന്നുണ്ട് ഇന്നത്തെ കച്ചവടം. കഴിഞ്ഞില്ലേ? അപ്പോ ആമ്പൂര് ബീഫ്. ഇവിടുത്തെ ഒരു ബീഫ് ഫേമസ് ആണ് ഇവിടെ. ബീഫ് കണ്ട ബീഫ് ചെക്കന്മാർക്കൊക്കെ ത്രില്ലായിരിക്കും. അവർക്കൊക്കെ ത്രില്ലായിരിക്കും. ചെക്കന്മാരെ പെരുന്നാളായിട്ടേ ബൈക്കായിട്ട് ഇറങ്ങിക്ക റേസ് ചെയ്ത് കണ്ട് കണ്ടില്ലേ? എന്താ സൗണ്ടും കാര്യങ്ങളും. ഇവിടെ ഒരു മുഹറം എന്ന് പറഞ്ഞ ഒരു മാസം വരാണ്ടല്ലോ റബ്ബേ. ഇതിനേക്കാളും കഷ്ടമാണ് പറഞ്ഞത്. ഇതൊന്നും സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞത്. അന്ന് ബൈക്കും കാര്യങ്ങളും എടുത്തിട്ട് അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി. കണ്ടില്ലേ കച്ചവടങ്ങൾ? കണ്ടില്ലേ? നല്ല അടിപൊളി കച്ചവടങ്ങളൊക്കെ കാണാം. ഒരു ബാൻഡും കാര്യങ്ങളും കൂടിയും വേണേന്ന്. ബാൻഡും സെറ്റും അതിന്റെ ഒരു കുറവുണ്ട്. എന്ന് വേറെ ആളില് പോയിട്ടേ ഇരിക്കുന്നു. പോട്ടെ. നമ്മൾ അറിയുന്ന ഒരു സുഹൃത്താണ്. ഞാൻ വിളിക്കണ്ടെന്ന് പറഞ്ഞു. കണ്ടില്ലേ? നാളേക്കൊക്കെ ഉള്ളേട്ടാ മക്കളെ. ആടല്ലേ? ആടാണ് മക്കളെ. ആട് എന്താ ഇവിടെയൊക്കെ ആടുണ്ട്. കണ്ടില്ലേ? രക്ഷയില്ല. പെർഫ്യൂമിന്റെ ഷോപ്പ് ഇതാണ് ഹീറ കേപ്പ് ഹൗസ്. ഇത് നല്ല അടിപൊളി പെർഫ്യൂം ഉണ്ട് ഇവിടെ. പെർഫ്യൂം ഓയിൽ ഇട്ടാ പാത്തു പോ. ഹായ് നിക്കണില്ല. കച്ചവടം നിക്കൂല. അത്രക്കുണ്ട് ഇവിടുത്തെ കച്ചവടം. ഇനിയിപ്പൊ നാളെ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് നോക്കണ്ട. ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കാണാൻ കിട്ടൂല കേട്ടോ. ഈ ആൾക്കാരൊന്നും കാണാൻ കിട്ടൂല. എപ്പോഴാണ് ആൾക്കാരൊക്കെ കാണാൻ കിട്ടുള്ളൂ. അത് വേറെ. ഇപ്പോഴാണ് ആൾക്കാരൊക്കെ കാണാൻ കിട്ടുള്ളൂ. ഇപ്പോഴാണ് ആൾക്കാരെ ഇപ്പോഴാണ് കിട്ടുള്ളൂ.
ഞങ്ങള് വിശാരദ വന്നിട്ടോ. അപ്പൊ ഓക്കെ ചെക്കന്മാർക്ക് ഭയങ്കര ത്രില്ല്, ചെക്കന്മാർക്ക് ക്രൈസ്. അപ്പൊ നമ്മളൊന്നും ക്രൈസ് ആക്കി കൊടുത്തു. ചായ എന്താണ് റഫീഖ് കഫേ. എന്താ രസല്ലേ, ഇന്നത്തെ ദിവസം കാണാൻ പ്രത്യേക ഒരു രസം. പെരുന്നാൾ പറഞ്ഞ പിന്നെ ഇങ്ങനെ വേണം, രാവിലെ ഈ വൈപ്പ് ഇട്ടൂല, രാവിലെ ഈ വൈപ്പ് ഇടണം, രാത്രി മാത്രമേ ഉള്ളൂ. ആ അപ്പ കച്ചവടങ്ങൾ കണ്ടോളി മക്കളെ, വേറെ ലെവല് കച്ചവടങ്ങൾ. പെരുന്നാളായിട്ട് ഇവിടെ തുണി കർച്ചീഫ്, അവിടെ ഒരു മസ്ജിദ് ഉണ്ട്, നല്ല അടിപൊളി കച്ചവടങ്ങൾ. ഇവിടെ അതേമാതിരി ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 2 തലക്കലാണ്, സെൻട്രലായിട്ട് ആള് കുറവാണ്. 2 തലക്ക, അവിടുന്ന് കയറി വരുന്ന തലക്കലും 2 സൈഡിൽ കൂടി വരാം, അങ്ങനെയും വരാം ഇങ്ങനെയും വരാം. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കൂടിയും വരാം, അതിലൂടെയും വരാം, 2 വഴി കൂടിയും വരാം. ഒരു രക്ഷയില്ല. ഇതെവിടം വരെ ഉണ്ടാവുന്നൊന്നും അറിയില്ല, നമുക്ക് പോയി നോക്കണം. നമ്മള് മുന്നേട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കച്ചവടം കണ്ടില്ല, ഇവിടെ കണ്ടു നോക്കി, കട്ടൗട്ട് കണ്ടില്ല. അവരെ പെരുന്നാളായിട്ട് അവരെ ഫോട്ടോ വെച്ചിട്ട് അവരെന്ത് ചെയ്തതിന് ഒരു കട്ടൗട്ട് അവരെന്നെ സെറ്റ് ആക്കി. ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിൽ എങ്ങനെ കേട്ടോ. അവിടെ ഇത് നമ്മളെ കോഴിക്കോട് ഇതേമാതിരി ഒരു കേരളത്തിൽ കോഴിക്കോട് മുട്ടായി തെരുവുണ്ട്. മുട്ടായി തെരുവിൽ പിന്നെ എപ്പോഴും ഇതേമാതിരിയാണ്. ഇവിടെ പെരുന്നാൾക്ക് മാത്രം. നമ്മൾ ചിക്പേട്ട പോയില്ലേ, ബാംഗ്ലൂർ അന്ത മാതിരിയുള്ള ഇടം. ഇത് ഈദ്ക്ക് മട്ടുണ്ടാ ഇതില്ലേ. പോട്ടെ പോട്ടെ പോട്ടെ. അല്ല ഇതിനൊന്നും ചോദിക്കാനും പറയാൻ ആരില്ലാത്തോണ്ട് കുഴപ്പമില്ല. ആർക്കും വേണം കൊണ്ടുപോവാ, ആർക്കും വേണമെങ്കിൽ എടുത്ത് കൊണ്ടുപോവാ, എന്ത് വേണം ചെയ്യാ. പോട്ടെ പോട്ടെ പോട്ടെ. എന്നാ சொன்னாന് അങ്ങനെ പകുതിയോളം എത്തി. അവിടെ പോലീസാണോ ഇനി ആംബുലൻസ് ആണോ എന്താ അറിയില്ല. ഒന്നും ഇങ്ങനെ മിന്നുണ്ട്. പോലീസുകാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത്രക്കും അലമ്പളിച്ചിട്ടേ. ഇത് ഒരു മുസ്ലിംസ് ഏരിയ കേട്ടത്. മുസ്ലിംസ് അധികമായി മുസ്ലിംസ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇല്ല കച്ചവടം നോക്കി, രാത്രി ആയാലും പകലായാലും ലേഡീസ് ഇവിടെ നല്ലോണം ഉണ്ടോ. പോലീസാണ്, പോലീസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പോലീസ് പോലീസ് പോലീസിന് എന്താ അറിയില്ല, നമ്മളെ കാണുമ്പോൾ ഒരു ചൊറിച്ചില്. എന്താന്നൊരു ഐഡിയ ഇല്ല, നമ്മളെ കാണുമ്പോൾ ഒരു ചൊറിച്ചില്. അപ്പൊ ഇതാ ഒരു തലക്ക വരെ എത്താറായി. സമയം ഏകദേശം ഇപ്പോ 12:43. നല്ല റേറ്റ് കുറവായിരിക്കും ഇന്ന്. ഉണ്ടാ ചെറിയ കുട്ടി. വാവ്, വെരി നൈസ്. എന്തായാലും ഒരു രക്ഷയില്ലാത്ത റോഡാണ്. അബ്ബാസ് ഭായ് പോട്ടെ. ഓ നമ്മൾ അറിയുന്ന ആൾക്കാർ അതിന്റെ ഇടയിൽ. ഇതിന്റെ ഉള്ളിൽ അലമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് അവൻ പറയുന്നത്? എന്താ അവൻ പയ്യൻ. അത് ശരി. ഫുള്ള് ക്രൗഡും കാര്യങ്ങളായിട്ട് ഭയങ്കര ജനാണ്, രക്ഷയില്ല. ചെക്കന്മാരൊക്കെ നമ്മളെ കളിയാക്കണ മതി. രക്ഷയില്ലാത്ത ഇല്ലേ. ഇതിപ്പോ പെരുന്നാക്ക കിട്ടുള്ളൂ, കിട്ടൂല. വേറെ ലെവല് ഇല്ലേ. കച്ചവടങ്ങളായിട്ട് ഫുള്ള് റേറ്റ് കുറവാണ്. ഇപ്പൊ പെരുന്നാക്കൊക്കെ ഡ്രസ്സ് എടുക്കാത്തവർ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് ഇത് എന്താ പറയാ, നല്ല ലോ റേറ്റ്. എന്നാൽ ലോ റേറ്റ് 100 രൂപ ചെരുപ്പ്, 50 രൂപ ചെരുപ്പ്, ഇപ്പൊ 3 ഷർട്ട് 500. ഇങ്ങനൊക്കെ ഇവിടെ കച്ചവടം. നമ്മളെ മുട്ടായിത്തെരുവുമായി തന്നെ, നമ്മളെ മുട്ടായിത്തെരുവുമായി തന്നെയാണ്. രക്ഷയില്ലാത്ത കച്ചവടം. താടി ഇതൊക്കെ ഒരു മുഖത്തിന്റെ സ്റ്റൈലേ മാറിപ്പോയി. മുഖത്തിന്റെ സ്റ്റൈലേ ഒന്ന് മാറിപ്പോയി. എല്ലാരും തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടാ. എല്ലാരും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എല്ലാരും പോയിക്കൊണ്ടിരിക്കും. ആളൊക്കെ പറഞ്ഞു. ടൈമായി, 1 മണിയായി ഏകദേശം. പോലീസൊക്കെ വരൽ തുടങ്ങി. പോലീസ് ഇറങ്ങിയിട്ട് അടി കിട്ടും ഇവിടെ കൂടുതലെന്നാ. പോലീസ് വണ്ടി മുന്നിലുണ്ട്.
ഇല്ല, ജനങ്ങള് കണ്ടില്ലേ, ജനങ്ങള് ജനങ്ങളെ ഇത് കണ്ടില്ലേ മക്കളെ, പെരുന്നാളായിട്ട് ലേഡീസും ബോയ്സും ആയിട്ടും എല്ലാരും ഉണ്ട് ഇതിനുള്ളിൽ. രക്ഷയില്ലാത്ത ജനങ്ങളാണ്. ആ ബ്ലോക്ക്, അമ്മായിരത്തെ ബ്ലോക്കും കാര്യങ്ങളും, ഭയങ്കര ബ്ലോക്കാണ്. ബ്ലോക്കിന്റെ ഇടയിൽ കൂടി ഇങ്ങനെയൊക്കെ ചാടിപ്പോണം, ഇങ്ങനെയായിട്ട് ചാടിപ്പോണം, ഇതാ നടക്കില്ല, അമ്മായിരത്തെ ബ്ലോക്കാണ്. വെറുതെ ഒരു ടാറ്റ കാണിച്ചു തരുന്നുണ്ട്, പോവാൻ തോന്നുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള ആൾക്കാരും വിളിക്കുന്നുണ്ട്. ഇതൊരു മിനി പാകിസ്ഥാൻ എന്നുള്ള വേറൊരു പേരുണ്ട് ഇതിന്. മിനി പാകിസ്ഥാൻ. കാരണം എന്താ, ഫുള്ള് മുസ്ലിംസ് അവിടെ. മിനി പാകിസ്ഥാൻ ഒരാൾ പറഞ്ഞ പേരാട്ടോ എനിക്ക്, ഞാൻ എന്റെ ഇഷ്ടത്തിന് പറയുന്ന പേരല്ല, ഒരാൾ എനിക്ക് പറഞ്ഞ പേരാണ് മിനി പാകിസ്ഥാൻ എന്നുള്ളത്. ഹായ്, ഇതൊക്കെ ഇവിടെ ഉള്ള ടീമാണ്. ഓരോരുത്തരുടെ കാറിന്റെ ഉള്ളിൽ കൂടി കഥ കയ്യാണിച്ചു തരുന്നത്. ഭയങ്കര ബ്ലോക്ക്, ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ്. ഈ ബ്ലോക്കിന്റെ ഇടയിൽ നിന്ന് കഴിച്ചാൽ ഭയങ്കര പാടാ. ആ എന്താ ഓണടിച്ചിട്ട് രക്ഷയില്ല, ഓണടിച്ചിട്ട് എന്തൊരു ഓണടിച്ചിട്ടേ ചെക്കന്മാരെ, ഓണടിച്ചിട്ടുണ്ട് കഥ കേട്ടില്ല. അവിടുന്ന് അവൻ എന്തൊക്കെയാ പറയുന്നുണ്ട്, അവിടുന്ന് അവൻ എന്തൊക്കെയാ പറയുന്നുണ്ട്. നമ്മുടെ ബീഫ് ബിരിയാണി കിട്ടുന്ന സ്ഥലം കേട്ടോ, ബീഫ് ബിരിയാണി കിട്ടുന്നത്. ബീഫാ, ആ ഓൺലി ബീഫ്. നമ്മുടെ കേരളത്തിൽ ഫേമസ് ബീഫും പൊറോട്ടി. ഇവിടെ അതില്ല, ഇവിടെ ബീഫ് ബിരിയാണി, അത് തിന്നാനായിട്ട് ആൾക്കാർ വന്നു. ഇല്ല, ഈ ബ്ലോക്കിന്റെ ഇടയിൽ നിന്ന് ഇനി ഒന്ന് കേച്ചിലാവണം. വാലിക്കും സ്ലാം, കേരള. എന്താ മക്കളെ, ബീഫ് അതാ പോണേ, അതാ പോണേ, അതാ പോണേ. കേരളത്തിലാണ്. എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ കേരളത്തിൽ? ഞാൻ കണ്ടില്ല, ഓൻ കാലിക്കറ്റാണ്. പേര് ഇസ്മായിൽ, രണ്ടാമത് ഇസ്മായിലിനെ കാണുന്നത്. എപ്പടി ഇരിക്ക്, നല്ല ഇരിക്കാ, എങ്ക എന്നെ ഫുള്ള ഫൈറ്റ് ആയിട്ടില്ലേ? ഇവനെ അങ്ങ് ആകെ ഫുള്ള് അലമ്പാക്കിയിട്ട് ഫുള്ള് ഇടിയോടെ ഇടി. ഇതൊക്കെ കണ്ടിട്ട് ഓരോന്ന് ഓടിയിക്കണ്. നമ്മളെ ചെക്കന് ബ്രദറാണ്. ഇതാ കാലും കൈയൊക്കെ കൊണ്ടുപോണ്ട് ഓരോരുത്തര്. അവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് പോവാ. എന്താ രസല്ലേ, കറണ്ട് ബില്ലൊന്നും കൊടുക്കണ്ടല്ല, ബാറ്ററിക്കല്ല, അപ്പൊ ഇങ്ങനെ ഓൺ അടിച്ചോണ്ടിരിക്കാൻ. അത് വേറെ. ഒരു ക്യാമറ വരുന്നത്, അപ്പൊ എന്റെ നമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ പേരെന്താ? ആദിക്ക്. നിങ്ങളുടെ റിസ്വാന്. അപ്പൊ ചാനൽ എന്ത് കണ്ടാലും നമ്മുടെ ചങ്ങായിമാരാണ്, എല്ലാരും എന്ത് ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ. ഓക്കെ, ബൈ. ഓക്കെ, പരിപാടിയാട്ടാ. ആളെ ക്രൗഡൊക്കെ കുറഞ്ഞു. എല്ലാവർക്കും ഉറക്കം വരുന്നു, കുറച്ച് എനിക്കും വരുന്നുണ്ട്. അപ്പൊ പോയിട്ട് എന്ത് ചെയ്യണം, നല്ലോണം ഉറങ്ങണം. അപ്പൊ നാളെ ജുമാളിലാണ്, നിസ്കാരമുള്ളതാണ്, 9 മണിക്കാണ്. എന്തായാലും നാളെ ഇനിയിപ്പോ അവിടുത്തെ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുകയാണ് തീർച്ചയായും ആ വീഡിയോ ആയിട്ട് വരുന്ന. തമിഴ്നാട്ടിൽ എങ്ങനെയാന്നുള്ളത് നമുക്ക് എന്തായാലും തീർച്ചയായും അറിയാം. ഓക്കെ, നമ്മളെ നാട്ടിലൊന്നും കാണാത്ത, നമ്മളെ നാട്ടിൽ തന്നെ തിരൂര് ഇങ്ങനെ ഒന്നും ഇല്ല. പിന്നെ ചന്തപ്പടി വേണം, ചന്തപ്പടി പറയുമ്പോ പൊന്നാനി, അത് ഇതേമാതിരിയുണ്ട്. പക്ഷേ ഇത്രക്ക് ഞാൻ ജനങ്ങളിലൊന്നും കണ്ടിട്ടില്ല. ഇവിടെ ഫുള്ള് തല്ലുപിടി, അങ്ങനത്തെ കാര്യങ്ങള് വേറെ ലെവല്. ഒരു ബാൻഡിന്റെ ഒരു ആനന്റെയും കൂടി കുറവുണ്ടായിട്ടുള്ളൂ, ബാക്കിയുള്ളൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും ഇവന്റെ പേരെന്താന്നൊക്കെ ചോദിക്കുന്നത്, പറഞ്ഞോടുത്ത്. പക്ഷെ അവർക്കുണ്ട്, പറഞ്ഞിട്ടുണ്ട്, കിട്ടുന്നില്ല. നമ്മളെ സ്ലാങ്ങും അവരുടെ സ്ലാങ്ങും കൂടി കുറച്ചൊരു വ്യത്യാസം. ലൈഫ് എല്ലാം നൗഫീർ എന്ന് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവും. അവസാനം ഞാനത് ഓരോ സ്പെല്ലിംഗ് പറഞ്ഞു നടക്കണം, അപ്പൊ അവർക്ക് കുറച്ച് മനസ്സിലായി. എന്താ ചെയ്യാ, അങ്ങനെയൊക്കെയാണ്. പിന്നെന്താ, പടക്കത്തിന്റെ ഒരു കുറവുണ്ട്. ഇവിടെ ആരും പടക്കം പൊട്ടിക്കണായിട്ട് ഞാൻ കണ്ടില്ല. അതിന് നമ്മളെ നാട്ടില് പടക്കം എവിടൊക്കെ ഉണ്ട്, അവിടൊക്കെ പോയിട്ട് എന്ത് ചെയ്യും, പടക്കം മേടിച്ചിക്കാണ്ട് എത്ര റുപ്യ അന്നേക്ക് പൊട്ടിക്കാൻ പറ്റും അത്രയും പൊട്ടിക്കും. ഇവിടെ പിന്നെ ഫുഡ്, ഡ്രസ്സ്, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു ശൈലി. മെയിൻ ഫുഡാണ്. ഞാൻ ആർക്കാട് വന്നിട്ട് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
ഇന്റെ പോക്കറ്റിന് കായ് ഇറക്കിയിട്ടുണ്ടോ വെച്ച് കായ് ഇറക്കിയിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ ഓരോ വീട്ടിൽ നിന്ന് ഫുഡ് കൊടുന്നു ഫുഡ് നല്ലോണം ഇവരെന്താ പറയാ സ്വതക്ക ചെയ്യാ, അങ്ങനത്തെ ഒരു പരിപാടി. റമദാന് മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്, റമദാന് മുമ്പ് തന്നെ റമദാനും അങ്ങനെ തന്നെ ഡബനൊക്കെ മെയിൻ ആണ്. ഫുഡൊക്കെ കൊടുത്തരിക, ഇന്നെ തീറ്റിക്കുക, എന്നിട്ടുണ്ട് ഞാൻ തടിക്കണ്. ഇത് ഞാനിപ്പോഴും അതേമാതിരി തന്നെ, ഒരു മാറ്റമില്ല. വേറെ എന്താന്ന് നോക്കണം. എന്താണ് ഏയ് അശ്വൻ, എന്നാ പ്ലാൻ പ്ലാൻ രണ്ട് പോവണ്ട രണ്ട് എന്നടാ ശരി. അപ്പടി അവനെന്തോ പോസ്റ്റ് തന്നെ, എന്താള്ള പരിപാടി അറിയില്ല. ആ ചെരുപ്പ് ഷൂ അങ്ങനത്തെ ആദമിന് ഷൂ വാങ്ങണം. അപ്പൊ ആദമിന് ഷൂ വാങ്ങാനുള്ള പരിപാടിയാണ്. ഈ ഷൂ കടയിലുള്ള തിരക്ക് നോക്കാം. ഷൂ കടയിലും ആളുണ്ട്, നല്ല ആളുണ്ട്. ചെക്കന് ഷൂ വാങ്ങാനുള്ള പരിപാടി. നിങ്ങൾ ഷൂ വാങ്ങ് എവിടെ ഇതാ നമ്മളെ ഫേവറേറ്റ് ഇതാ പെർഫ്യൂം. ഇത് എവിടെ കണ്ടാലും ഒന്ന് മണക്കണോ, ഇല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല. ഏ വിശാരത്തില് ഓക്കെ. വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും. എനേബിൾ ചെയ്ത് എന്തായിരിക്കും നമ്മുടെ വീഡിയോ എന്ത് ചെയ്യും, അപ്പ കിട്ടും എല്ലാവർക്കും. ഓക്കെ, അപ്പൊ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ. ഓക്കെ, അപ്പൊ മറക്കരുത്. അപ്പൊ പോവാ, അപ്പൊ ബൈ ബൈ.